വിചിത്രമായ കാര്യങ്ങൾ കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്നതാണ് നമ്മുടെ ലോകം. നാം കാണുന്ന ഏതൊരു ജീവജാലവും പ്രകൃതിയും എന്തിന് മനുഷ്യരായ നാം തന്നെയും ഇത്തരം വിചിത്ര സംഭവങ്ങളുടെ വലിയൊരു ശേഖരമാണ്. പഠിച്ചാലും തീരാത്ത പാഠം എന്ന് കേട്ടിട്ടില്ലേ? അതുതന്നെ. അത്തരത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയുടെ പ്രമേയം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച അറിവുകളുടെ ഒരു പോൾ വീഡിയോയുടെ അവസാനം നൽകുന്നുണ്ട്. അതുകൂടി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യം നമ്മുടെ സന്തത സഹചാരികളായി വിലസുന്ന ഉറുമ്പുകളുടെ കാര്യം തന്നെ നോക്കാം. തങ്ങളെക്കാൾ വലിയ സാധനങ്ങളുമായി വരിയായി ഉറുമ്പുകൾ നീങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അവയുടെ ശരീരത്തിന്റെ വലിപ്പം വെച്ച് നോക്കിയാൽ താരതമ്യേന നല്ല ഭാരമുള്ള സാധനങ്ങളായിരിക്കും അവ ചുമന്നു കൊണ്ടുപോകുന്നത്. വളരെ മെല്ലിച്ച ആ ശരീരം എങ്ങനെയാണ് ഈ ഭാരം ചുമക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ ശരീരത്തിനേക്കാൾ 50 മടങ്ങ് വരെ ഭാരക്കൂടുതലുള്ള സാധനങ്ങൾ ഉറുമ്പുകൾക്ക് ഇങ്ങനെ വഹിക്കാൻ സാധിക്കുമത്രേ. ഭാരം ചുമക്കാൻ പാകത്തിലുള്ള ദൃഢമായ പേശികളുടെ സാന്നിധ്യമാണ് ഉറുമ്പുകളെ ഇതിന് സഹായിക്കുന്നത്. മനുഷ്യന്റെ വലിപ്പത്തിന് ആനുപാതികമായി നമ്മുടെ പേശികളുടെ ദൃഢത പരിശോധിക്കുമ്പോൾ ഉറുമ്പിന് അവയുടെ ശരീരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് കൂടുതൽ ദൃഢമായ പേശികളാണുള്ളത്. ഇതുകൂടാതെ ഉറുമ്പിന്റെ ശരീരഘടനയും അവയുടെ സന്ധികളുമെല്ലാം ഇത്രയും വലിയ ഭാരം ചുമക്കാൻ അവയെ സഹായിക്കുന്നു. എന്നാൽ എല്ലാ ഉറുമ്പുകൾക്കും ഇത്രയും ശേഷിയുണ്ട് എന്ന് ഇതിനർത്ഥമില്ല. താരതമ്യേന ദുർബലരായ ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കുക, ഉറുമ്പുകൂട് തയ്യാറാക്കുക തുടങ്ങി തങ്ങൾക്ക് സാധ്യമായ മറ്റു ജോലികളുമായി കഴിഞ്ഞുകൂടും. കോളനിയായി വസിക്കുന്ന ഉറുമ്പുകളിൽ പല ജോലികൾ നിർവഹിക്കുന്ന ഉറുമ്പുകളുണ്ട്. അതായത് ഒരു ഉറുമ്പ് കോളനി നിർമ്മിക്കുന്ന റാണി ഉറുമ്പിന്റെ പ്രധാന ജോലി എന്നത് മുട്ടയിടുകയും അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയുമാണ്. എന്നാൽ ഉറുമ്പ് റാണി തങ്ങളുടെ കൂട്ടത്തെ നിയന്ത്രിക്കുകയോ അധികാരം സ്ഥാപിക്കുകയോ ചെയ്യാറില്ല. ഓരോ ഉറുമ്പുകളും അവർക്കിണങ്ങുന്ന ജോലി തിരഞ്ഞെടുക്കുകയാണ് പതിവ്. റാണിയുടെ പരിചരണത്തിനും ഉറുമ്പ് സന്താനങ്ങളുടെ പരിപാലനത്തിനുമെല്ലാം നിയോഗിക്കപ്പെട്ട ഉറുമ്പുകൾ പലപ്പോഴും കൂട്ടിനകത്ത് തന്നെയായിരിക്കും നിലകൊള്ളുക. കൂടിന് പുറത്തേക്ക് വരുന്ന ഉറുമ്പുകളാണ് പലപ്പോഴും വലിയ ഭാരം ചുമക്കുക. ഇതുകൂടാതെ ഉറുമ്പുകൾ തങ്ങളുടെ സംഘബലം കൊണ്ട് കൂടുതൽ ഭാരം ഉയർത്തുന്നതും പതിവാണ്. ഇനി നമ്മുടെ, അതായത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യാത്ത ഒരു കാര്യമാണല്ലോ കണ്ണു ചിമ്മൽ. സ്വാഭാവികമായി അതങ്ങനെ നടക്കും. ഒരാൾ ഒരു മിനിറ്റിൽ എത്ര തവണ കണ്ണു ചിമ്മുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ച് ചില ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിയപ്പോൾ രസകരമായ ചില ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കണ്ണു ചിമ്മുന്നതും വെറുതെ ഇരിക്കുമ്പോൾ കണ്ണു ചിമ്മുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നതാണ്. അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ കണ്ണു ചിമ്മുന്നത് പോലെയല്ല ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കണ്ണു ചിമ്മുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ മിനിറ്റിൽ ഏകദേശം 14 തവണ നമ്മൾ കണ്ണു ചിമ്മുമെന്നാണ് കണ്ടെത്തൽ. എന്നാൽ മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കുമ്പോഴോ ഇത് ഏതാണ്ട് ഇരട്ടിയാകും. അതായത് മിനിറ്റിൽ 26 തവണ. അങ്ങനെയെങ്കിൽ ഇത് ഒന്ന് പരീക്ഷിച്ചിട്ട് തന്നെ എന്ന് തോന്നുന്നുണ്ടോ? അതിനു മുമ്പ് ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി കേട്ട ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആദ്യം ഈ വ്യത്യാസത്തിന് കാരണം എന്തെന്ന് നോക്കാം. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ വിവിധ പേശികൾ ചലിക്കാൻ തുടങ്ങും. പേശികളുടെ ഈ ചലനങ്ങൾ തന്നെയാണ് കൂടുതൽ തവണ കണ്ണു ചിമ്മുന്നതിലേക്ക് നമ്മെ നയിക്കുന്നതും. വെറുതെ ഇരിക്കുന്ന സമയത്ത് മുഖത്തെ പേശികളും സാധാരണഗതിയിൽ റെസ്റ്റിൽ തന്നെയായിരിക്കും. അതിനാൽ കണ്ണു ചിമ്മുന്നതിന്റെ അളവും കുറയുന്നു. ഇതെല്ലാം സ്വാഭാവികമായി നടക്കുന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് കരുതാം. മറിച്ച് ഇവയെല്ലാം ബോധപൂർവം ചെയ്യേണ്ടിയിരുന്നെങ്കിൽ ഉണ്ടാകുന്ന പൊല്ലാപ്പുകൾ ആലോചിക്കാൻ പോലും വയ്യ. ഇനി ഒരാൾ പ്രസംഗിക്കുകയോ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നുവെന്ന് കരുതുക. അപ്പോൾ കണ്ണു ചിമ്മുന്നതിന്റെ തോത് എങ്ങനെയായിരിക്കും? ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. അടുത്തതായി വിശാലമായി കിടക്കുന്ന സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കൊന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും കാണാമോ? ഒരു കാര്യവുമില്ല. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? സമുദ്രത്തിന്റെ ഭൂരിഭാഗവും കൂരിരുട്ടാണ് എന്നത് തന്നെ. ഭൂമിയുടെ സിംഹഭാഗവും കൈയാളുന്ന സമുദ്രത്തിന്റെ ഏതാണ്ട് 5% മാത്രമാണ് സമുദ്ര പര്യവേഷകർക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം കൂരിരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. ഈ കൂരിരുട്ട് മറികടന്ന് മുന്നേറാൻ സാധിക്കാത്തതിനും കാരണമുണ്ട്.
സമുദ്ര അന്തർഭാഗത്തേക്ക് പ്രകാശത്തിന് കടന്നെത്താൻ വളരെ പ്രയാസമാണ് എന്നതാണ് അതിൽ പ്രധാനം. കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഏകദേശം 1000 മീറ്റർ മാത്രമേ പ്രകാശത്തിന് കടന്നെത്താൻ സാധിക്കൂ. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ വളരെ അപൂർവമായിരിക്കും. സാധാരണഗതിയിൽ ആകെ 200 മീറ്റർ അടിത്തട്ടിലേക്ക് മാത്രമേ പ്രകാശം എത്തിച്ചേരുന്നുള്ളൂ. പ്രകാശമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കും? പ്രകാശം കടന്നെത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ സമുദ്രാന്തർഭാഗത്തെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പ്രകാശത്തിന് കടന്നെത്താൻ സാധിക്കുന്ന 200 മീറ്റർ വരെ താഴ്ചയുള്ള ഭാഗമാണ്. ഇതിനെ യൂഫോട്ടിക് സോൺ അഥവാ സൺലൈറ്റ് സോൺ എന്ന് പറയുന്നു. സമുദ്രത്തിലെ ബഹുഭൂരിഭാഗം ജീവികളും ഈ ഭാഗത്താണ് കാണപ്പെടുക. എന്തായിരിക്കും ഇതിന്റെ കാരണം? ആലോചിച്ചു നോക്കൂ. ഉത്തരം കണ്ടെത്താൻ സമയം വേണമെങ്കിൽ തുടർന്നുള്ള ഭാഗങ്ങളെ കുറിച്ച് കൂടി കേട്ടു നോക്കൂ. അനുകൂലമായ സാഹചര്യത്തിൽ അസാധാരണമാണെങ്കിൽ തന്നെയും 1000 മീറ്റർ വരെ പ്രകാശത്തിന് കടന്നെത്താമെന്ന് മുകളിൽ പരാമർശിച്ചുവല്ലോ. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള ഈ പ്രദേശമാണ് രണ്ടാമത്തെ ഭാഗം. ട്വിലൈറ്റ് സോൺ അഥവാ ഡിസ്ഫോട്ടിക് സോൺ എന്നാണ് ഈ പ്രദേശത്തെ പറയുന്നത്. ഈ പ്രദേശത്ത് പ്രകാശത്തിന്റെ തീവ്രത ആഴം കൂടുന്തോറും കുറഞ്ഞു വരും. സൂര്യപ്രകാശത്തിന് കടന്നെത്താൻ സാധിക്കാത്തത് കാരണം ഈ മേഖലയിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ സാധ്യതകൾ വളരെ വിരളമാകുന്നു. ഇത് കാരണം ഇവിടെ കടൽ സസ്യങ്ങൾക്ക് വളരാൻ സാധിക്കില്ല. സ്വാഭാവികമായും മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ഈ പ്രദേശത്ത് സാധ്യമല്ലാതായി തീരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൺലൈറ്റ് സോണിൽ സമുദ്രത്തിലെ ജീവികളിൽ ബഹുഭൂരിഭാഗവും കാണപ്പെടുന്നതിന്റെ കാരണം ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി 1000 മീറ്ററിനേക്കാൾ താഴ്ചയുള്ള 3ാമത്തെ സമുദ്രാന്തർഭാഗത്തെ കൂടി പരിശോധിക്കാം. തീർത്തും കൂരിരുട്ട് പടർന്നിട്ടുള്ള ഈ പ്രദേശത്തെ അഫോട്ടിക് സോൺ എന്നാണ് പറയുക. 1000 മീറ്റർ കഴിഞ്ഞ ഉടനെ സമുദ്രത്തിന്റെ ആഴം അവസാനിക്കുന്നില്ല എന്നുകൂടി ഓർക്കണം. സമുദ്രത്തിന്റെ ശരാശരി ആഴം എന്നത് 3682 മീറ്റർ ആയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി സമുദ്രത്തിലെ ഏറ്റവും ആഴമുള്ള ഭാഗമായി കണക്കാക്കിയിരിക്കുന്ന മരിയാന ട്രെഞ്ചിന്റെ ആഴമാകട്ടെ 10935 മീറ്റർ. പ്രകാശത്തിന് കടന്നെത്താൻ സാധിക്കുന്ന 200 മീറ്റർ എത്ര തുച്ഛമാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോയിൽ പരാമർശിച്ച വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പോൾ വീഡിയോയുടെ അവസാനം നൽകുന്നുണ്ട്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള ഒട്ടേറെ വൈവിധ്യങ്ങളും വൈചിത്ര്യങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ലോകം. അത്തരത്തിലുള്ള മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.